പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വാർത്തകളുടെ വിശകലനത്തിലേക്ക് പോവുകയാണ്. ന്യൂസ് ആംഗിളിന്റെ സമയത്തിലേക്ക്. ഓക്കെ, അപ്പൊ ഇന്ന് ന്യൂസ് ആംഗിൾ വിശകലനം ചെയ്യുന്ന വാർത്ത നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പേരാമ്പ്രയിലെ മൈക്ക് അനൗൺസ്മെന്റ് വിവാദത്തിൽ LDFും UDFും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഈ സംഭവത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം നടന്നിട്ടുണ്ടായോന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നുവെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് വിവാദം ആർക്കാണ് തിരിച്ചടിയാവുക എന്ന കാര്യമാണ് ഇന്ന് ന്യൂസ് ആംഗിൾ വിശകലനം ചെയ്തത്. സരീഷ് PK വിശകലനങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സരീഷ്, ഗുഡ് മോർണിംഗ്. സമുദായ കാർഡ് ഇറക്കി രണ്ട് മുന്നണികളും വോട്ട് പിടിക്കുന്ന സംഭവമാണ്. രണ്ട് മുന്നണികൾക്കെതിരെയും പരാതിയുണ്ട്. രണ്ട് മുന്നണികൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നോട്ടീസിന് രണ്ട് മുന്നണികളും നൽകിയിരിക്കുന്ന വിശദീകരണം രണ്ടും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിവാദം ഈ തരത്തിൽ പോകുമ്പോൾ ഇത് നമ്മളുടെ ചോദ്യം പോലെ ആർക്കാണ് ഗുണം ചെയ്യുക? പേരാമ്പ്രയിലെ സജീവ ചർച്ചയായി ഈ വിഷയം നിൽക്കുമ്പോൾ അവിടുത്തുകാരുടെ പ്രതികരണം എങ്ങനെയാണ് സരീഷ്? പേരാമ്പ്ര TP രാമകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തോടെയായിരുന്നു ആദ്യം രാഷ്ട്രീയ കളങ്ങളിൽ ഇടം പിടിച്ചിരുന്നത്. പിന്നീട് ഫാത്തിമ തഹ്ലി എത്തിയതോടെ മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വലിയ ചർച്ചകൾക്ക് ഇടയായി. പക്ഷേ പിന്നീട് രാഷ്ട്രീയ ചൂട് മാറി വിവാദ ചൂടിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ അനൗൺസ്മെന്റ് വിവാദം എന്നുള്ളത്. ഒരു ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരാതിയെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. TP രാമകൃഷ്ണന്റെ ബോർഡ് വെച്ച ഫാത്തിമ തഹ്ലിയെ വർഗീയമായി അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വീഡിയോ അല്ലെങ്കിൽ അനൗൺസ്മെന്റ് വാഹനത്തിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതായിരുന്നു പരാതി. പക്ഷേ അതിൽ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് CPM ഇന്നലെ പറയുന്നത്. TP രാമകൃഷ്ണൻ, LDF കൺവീനറായ TP രാമകൃഷ്ണൻ തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി പറഞ്ഞത് അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടില്ല. തങ്ങൾ ഈ പെൻഡ്രൈവ്, അതായത് ഈ അനൗൺസ്മെന്റ് അടങ്ങിയ എല്ലാ വാഹനങ്ങളിലും ഒരേ അനൗൺസ്മെന്റ് ആണ് നടത്തുന്നത്. ആ അനൗൺസ്മെന്റ് അടങ്ങിയ പെൻഡ്രൈവ് മാധ്യമങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. അതിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ അധിക്ഷേപമോ വർഗീയ അധിക്ഷേപമോ ഒക്കെ ഉണ്ടോ, വിഭാഗീയത ഉണ്ടാക്കാനുള്ള പരാമർശങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അവിടെ എപ്പോഴും വെല്ലുവിളിയായി LDFന് മുന്നിൽ നിൽക്കുന്നത് ആ വീഡിയോ ദൃശ്യമാണ്. മൊബൈലിൽ ചിത്രീകരിച്ച ആ പ്രചരണ വാഹനത്തിന്റെ പിന്നിൽ നിന്നും അതോടൊപ്പം തന്നെ മുന്നിൽ നിന്നും ചിത്രീകരിച്ച ഒരു വീഡിയോ ഉണ്ട്. അത് മുസ്ലിം ലീഗ് തന്നെയാണ് പുറത്തിറക്കിയത്. അവിടെ ഒരു ഭാഗത്ത് അത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് UDFനെ പ്രതിസന്ധിയിലാക്കുന്നത് 3 പരാതികളാണ്. വർഗീയമായി പരാമർശങ്ങൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വോട്ട് വിഭജിക്കാവുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടാനുള്ളൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു കാരണമായി ഫാത്തിമ തഹ്ലിയുടെ പരാമർശങ്ങൾ മാറുന്നുണ്ട്, റീലുകൾ മാറുന്നുണ്ട് എന്ന രീതിയിൽ 3 പരാതി. ശരി, സരീഷ് PKയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പം ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പേരാമ്പ്രയിൽ ഇപ്പോൾ സജീവ ചർച്ചയായി തന്നെ ഈ വിഷയം നിൽക്കുന്നുണ്ട്. രണ്ട് മുന്നണികൾക്കുമെതിരെയും, അതല്ലേ ഈ രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമുദായ കാർഡ് ഇറക്കിയുള്ള ഒരു പ്രചാരണമാണ് ആരോപണം. രണ്ട് മുന്നണികൾക്കും നമുക്കിപ്പം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ പാർട്ടികളോ ഈ രീതിയിലുള്ള പ്രചാരണ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരോട് വിശദീകരണം ചോദിക്കും. അത് സ്വാഭാവിക നടപടി മാത്രമാണ്. പക്ഷേ പേരാമ്പ്രയിലെ കാര്യം അങ്ങനെയല്ല. പേരാമ്പ്രയിൽ രണ്ട് മുന്നണികൾക്കെതിരെയും പരാതികൾ, 2-3 പരാതികൾ പോയിട്ടുണ്ട്. ആ രണ്ട് മുന്നണികളും ആ പരാതികളൊക്കെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടുപേരോടും വിശദീകരണം ചോദിക്കുക, രണ്ടുപേരും അത് നിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഒരു വലിയ ചർച്ച കൂടിയാണ് ഈ വിഷയം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട